എനിക്കൊരു വീട് വാങ്ങണം. നല്ലൊരു വീട്. പിന്നെ നല്ലൊരു വീട് വാങ്ങിയിട്ട് ഒരു കാറൊക്കെ നടുക്ക് വെച്ച് നല്ല ഒരു ഇതൊക്കെ സെറ്റപ്പ് ആക്കി എടുത്ത്. ഈ അമ്മയല്ലേ എല്ലായിടത്തും മോനെ കൊണ്ടുപോകുന്നത്? അമ്മയാണ് മോന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ. അച്ഛനും. അപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ ഈ എന്റെ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോ അമ്മ എന്തെങ്കിലും പറയുന്നത്, ചക്ക വീട്ടിൽ കാണിക്കുന്ന പോലെ അങ്ങനെ ഒന്നും കാണിക്കരുത് കേട്ടോ, ഒന്ന് വായ അടച്ച് ശാന്തമായിട്ടിരിക്കണം, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ ചെയ്യുന്നു അതുപോലെ ഉള്ളൂ. അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. മോൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്താൽ മതി. അപ്പൊ പാട്ട് പാടോ? പാട്ടൊക്കെ പാടും. അമ്മയുടെ ആഗ്രഹമായിരുന്നു മോൻ ഒരു പാട്ടുകാരനാക്കണോന്നുള്ളത്? അതെ. അമ്മ പണ്ട് കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എനിക്കിങ്ങനെ സിനിമയിലൊക്കെ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല, മോനെങ്കിലും നന്നായിട്ട് പാടി കുറെ സിനിമയിലൊക്കെ കയറണമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടോ? പണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ എന്തായാലും ജനിച്ചിട്ടില്ല. ആരോട് അമ്മ പറഞ്ഞത്? ഇത് ഈ അമ്മ ഇപ്പഴാ പറഞ്ഞത്. ഞാൻ എന്തായാലും നന്നായിട്ട് വളരണം ഇപ്പഴാ പറയണത്. എന്താന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ 2006 വരുമ്പോ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ വരുമ്പോ ഞാൻ 16, 18, 13 ഒക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ പറയുമ്പോ മനസ്സിലാവും ഇതാണ് കാര്യം. അതിങ്ങനെ ഇപ്പൊ 7 വയസ്സിൽ മനസ്സിലായി എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. ഈ സ്റ്റേജിൽ ഫൈനലിൽ സ്റ്റേജിൽ കയറുന്നതിന്റെ മുമ്പ് അമ്മ എന്താണ് പറഞ്ഞു വിട്ടത് മോനെ? എന്നെ പറഞ്ഞിട്ട് ഹംബിൾ ആയിട്ട് നിൽക്കണം, പിന്നെ നന്നായിട്ട് പാടണം. അതൊക്കെ ചെയ്ത് രാവിലെ കരോക്കെ ഒക്കെ ഇട്ട് പാടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്റ്റുഡിയോയിൽ എത്തും. P3 സ്റ്റുഡിയോ ആണ്. അവിടെ നിന്ന് നേരെ ഇവിടെ ഇറക്കും. പിന്നെ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ പോകും. ഷൂട്ടിന്റെ സമയത്ത് നേരെ ഇങ്ങോട്ട് വരും. പിന്നെ നേരെ സ്റ്റുഡിയോ കയറും, പാട്ട് പാടും. അങ്ങനെ നേരെ പിന്നെ നമ്മുടെ റൂമിലോട്ട് വരും. ഇതെന്താന്ന് വെച്ചാൽ അവിടെ സീറ്റില്ല. എന്താന്ന് വെച്ചാൽ 50,000 പേരും ഉണ്ട് അവിടെ. ഒരുപാട് പേരുണ്ടെന്ന്. അപ്പുറത്തെ സോഫ ഇപ്പുറത്തെ സോഫ ഇതാ ഫുള്ളാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പുറത്തെ സോഫയിലാണ് നമുക്ക് ഇരിക്കണ്ട. അപ്പുറത്തെ സോഫ ഫുള്ളും ഇതായി. അപ്പം അപ്പുറത്തെ സോഫയും ഇപ്പുറത്തെ സോഫയും ഫുള്ളും പോയി. അങ്ങനെ നമ്മള് റൂമിലിരുന്ന് ഓരോരോ ആൾക്കാരെ വിളിച്ച് നമുക്ക് ഇങ്ങനെ പാടിക്കാനാ പറ്റും. പിന്നെ എന്റെ ഒരു തീത്ത് പോയി, അതും വൈറലായി. ഇത് വൈറലായി മൊത്തത്തിൽ. പിന്നെ അത് ഹർഷബയുടെ കൈ കൊടുത്ത്. അപ്പൊ ഹർഷബയ പറഞ്ഞ് മറ്റേ ഹർഷബയുടെ വൈഫ് ഭാരതി ദീദി വന്നിട്ടില്ല. അത് കുറച്ച് മാസം കഴിഞ്ഞിട്ട് അപ്പൊ വന്നിട്ടില്ല. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഹർഷബയ്ക്ക് കൊടുത്ത് ടി വി തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്തപ്പം സാറ് പറഞ്ഞത് ഇത് ഞാൻ ഭാരതി ദീദിയുടെ കയ്യില് മോതിരാക്കിയിട്ട് ഇത് ഭാരതി ദീദിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത്. പല്ലൊക്കെ വെച്ചിട്ട് തടിയൊക്കെ വെച്ച് പണിതിട്ട് ഭാരതി ദീദിയുടെ കയ്യിൽ കൊണ്ടിടുന്നു.